എപ്പിസോഡിന്റെ തുടക്കത്തില് നമ്മുടെ മിനിഹു ആണെങ്കിൽ എണീക്കും കേട്ടോ. ഇന്നലെ നൈറ്റ് നടന്ന കാര്യങ്ങളൊന്നും ഇവക്ക് ഓർമ്മയില്ല. പക്ഷെ നമ്മുടെ ഷെന്നിനെ കണ്ടതും ഇന്നലെ എന്താ നടന്നതെന്ന് ഓർമ്മ വരും കേട്ടോ. പക്ഷെ അവക്കൊരു ഡൗട്ട്, അത് വല്ല സ്വപ്നമായിരിക്കും അത് ശരിക്കും നടന്നതാണെന്ന്. അതുകൊണ്ട് അവനോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി എന്ന് പറയുമ്പോഴത്തേക്കിനും ഇന്നലെ രാത്രി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഒന്നുമില്ലെന്ന് പറയുക. എന്നാൽ അവളുടെ മനസ്സിലാണെങ്കിൽ ഒരു സമാധാനം ഇല്ല. ഇത് സ്വപ്നങ്ങാനും ആണെങ്കിൽ ഒരു സമാധാനം കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇന്നലെ നൈറ്റ് ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തായിരുന്നു നോക്കിയപ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോയിന്റെ റിയാക്ഷൻ കാണുമ്പോഴേ ഹീറോയിന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് പെട്ടെന്ന് ടോപ്പിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എടാ ഞാൻ എൻ്റെ പ്രൊജക്റ്റ് മൊത്തം ചെയ്ത് കഴിഞ്ഞു, അത് ഞാൻ കാണിക്കട്ടെ എന്ന് നോക്കിയപ്പോഴത്തേക്കിനും നിന്റെ ലാപ്പിൽ ഞാൻ നിന്റെ പ്രൊജക്റ്റ് തന്നെ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും മിനിഹു ആണെങ്കിൽ അതിന് എൻ്റെ ലാപ്പിന്റെ പാസ്വേഡ് നിനക്ക് എങ്ങനെ അറിയുന്നതെന്ന് നോക്കുക. അതിനിപ്പോ എന്ത് ഇത്ര കണ്ടുപിടിക്കാനുള്ളത്? നമ്മുടെ ക്യുവാൻ്റെ ബർത്ത്ഡേ ഡേറ്റ് അല്ലേ, ഇതൊക്കെ എനിക്ക് ഗസ് ചെയ്യാനേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും അങ്ങനെയാലേ, വായിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നേരത്തേക്കാട്ടിലും നല്ലതാണ്, നന്നായിട്ട് തന്നെ നീ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ പ്രോജക്റ്റ് ഞാൻ ചെയ്തോളാം, 6 മാസം ടൈപ്പ് തരാം, ഇനിയും കുറച്ചും കൂടി നന്നാക്കാനുണ്ട് ഈ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അവളും അതിന് ഓക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നാണ് നീ പറഞ്ഞു നോക്കുമ്പോൾ അതെ നിന്റെ പ്രോജക്റ്റിനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ചെങ്ങിന്റെ പ്രോജക്റ്റ് ഞാൻ വിടുവാന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോയിന് ഭയങ്കര സന്തോഷമായിട്ട് അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ള മീറ്റിംഗ് ഒന്നും ഇടുന്നില്ലെന്ന് നോക്കുമ്പോ വേണമെങ്കിൽ നിനക്ക് വേണ്ടിട്ട് ഇപ്പൊ തന്നെ മീറ്റിംഗ് ഇടാം വേണോ നോക്കുമ്പോ വേണ്ട വേണ്ട ഇത്ര തന്നെ ചെയ്താലും സന്തോഷം തന്നിട്ട് അവള് സന്തോഷത്തോടെ ഇരിക്കുമ്പോ ഇനി നീ അധികം കുടിക്കല് കേട്ടോ എന്ന് പറയുമ്പോ അതെന്താന്ന് നോക്കുക. അല്ല ഇന്നലെ നൈറ്റ് നടന്ന പോലെ ഇനിയും നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും അവൻ അതിനെപ്പറ്റി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലുണ്ട്. അവൾക്ക് ഒരുമാതിരി ആവുക കേട്ടോ. ഇപ്പൊ നമ്മുടെ ഗൗമിനെയാണ് കാണിക്കുന്നത്. ജൂൺ ആണെങ്കിൽ അന്ന് തെറിച്ചോടിയില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഇവനെ കാണാൻ വേണ്ടിയിട്ട് ഇവനാണെങ്കിൽ സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യുന്ന ഇടത്തോട്ടേക്ക് വന്ന് നിൽക്കുക. നല്ല സ്റ്റൈലിലാണെങ്കിൽ അവള് തെക്കും വടക്കും നടക്കുമ്പോൾ ജൂൺ ആണെങ്കിൽ ഇവളെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലില്ല. അവളെ ഏതോ ഒരു കൊച്ചിന് ഇങ്ങനെ സ്വിമ്മിങ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തത് കേട്ടോ. ഇത് കണ്ട് നമ്മൾ ഗൗമിക്ക് നല്ല ദേഷ്യം വരുക. നിനക്ക് വേണ്ടി ഇത്ര സ്റ്റൈൽ ചെയ്ത് ഞാൻ വന്നിട്ട് നീ ഒന്ന് മൈൻഡ് ആക്കുന്നില്ലല്ലേ, പോടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കിനും ജൂൺ ആണെങ്കിൽ പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് വന്നിട്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് നോക്കുക. ഇവൻ പെട്ടെന്ന് ഇങ്ങനെ പൊന്തി വന്നതും അവൾ ഒരു നിമിഷം ഒന്ന് പേടിച്ചിട്ട് നേരെ വെള്ളത്തിലോട്ട് വീഴുക കേട്ടോ. പിന്നെ ജൂൺ ആയിരിക്കും അവൻ എങ്ങനെയൊക്കെയോ ആരൊക്കെയൊക്കെ കയറ്റുന്നത്. ഇവക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിരിക്കും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തേന്. അവൻ വീണ്ടും സോറി ചോദിക്കട്ടെ, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല, അറിയാതെ പറ്റിപ്പോയതാന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ നിന്നോട് ഞാൻ ക്ഷമിക്കണമെങ്കിൽ നീ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണം, എനിക്ക് സ്വിമ്മിങ് അറിയില്ല, നീ പഠിപ്പിക്കുമെന്ന് നോക്കുമ്പോഴത്തേക്കിനും പിന്നെന്താ ഞാൻ നിന്നെ പഠിപ്പിക്കാന്ന് അവന് പറയുക. അങ്ങനെ ഇവര് തമ്മിലുള്ള അടിയൊക്കെ മാറി. ഭൂവയാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴത്തേക്കിനും പ്രേതത്തെ പോലെ നമ്മുടെ ഷൂറി ആണെങ്കിൽ അവിടെ വന്ന് നിൽക്കുക കേട്ടോ. ഇവളെ കണ്ടതും അവനാണെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇവള് പുറകെ വന്നിട്ട് എടാ നീ എന്തിനാണ് ബ്ലോക്ക് ആക്കിയേ എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഡോക്ടറിന്റെ അടുത്ത് ഡോക്ടറെ നിങ്ങൾക്ക് അറിയാവോ ഞാൻ ഇവന് വേണ്ടിയിട്ടാണ് ഇവിടെ ജോലിക്ക് ചേർന്നത്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ കയറിയത്, എന്നിട്ട് ഇവിടുത്തെ പേഷ്യൻസിന്റെ എന്തൊക്കെ രോഗങ്ങളുണ്ടെന്ന് ഞാൻ ഇവരോട് ചോദിച്ചപ്പോഴത്തേക്കിനും ഇവരെന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി, വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ആ ഡോക്ടറും അതേ ഗുവ നീ തെറ്റാണ് ചെയ്തത് സോറി ചോദിക്കുന്നു പറയുമ്പോഴത്തേക്കിനും അവനും സോറി ചോദിക്കുവാണേ, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ ചെയ്തത് തെറ്റാണ്, നിന്നെ ഞാൻ അൺബ്ലോക്ക് ചെയ്തേക്കാം എന്ന് പറയുമ്പോഴത്തേക്കിനും നിന്നോട് ഞാൻ ക്ഷമിക്കണമെങ്കിൽ നീ എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരണം, എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്, അതുകൊണ്ട് ഗിഫ്റ്റ് മേടിക്കാണ്ട് എന്തായാലും നീ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സമ്മതം പോലും ചോദിക്കാതെ അവളാണെങ്കിൽ ഓക്കെ അന്ന് ഇത്ര ടൈമിന് വന്നാൽ മതി പറഞ്ഞിട്ട് അങ്ങ് പോവുക. മിനിയു ആണെങ്കിൽ തൻ്റെ പ്രോജക്റ്റിന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെന്ന നിൽക്കുന്നതെന്ന് അറിഞ്ഞതും മാനേജർ പറയുക അവൻ കമ്പനിക്ക് വേണ്ടിയിട്ടാണോ അതോ നിനക്ക് വേണ്ടി മാത്രമാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കിനും മിനിയു ആണെങ്കിൽ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് മീനിങ് ഒന്നല്ലേ നോക്കുമ്പോൾ അല്ല രണ്ട് മീനിങ് ആണ്. കമ്പനിക്ക് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അവൻ നിനക്ക് വേണ്ടിയാ ചെയ്യുന്നെങ്കിൽ അത് പ്രശ്നമെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ഗൗമിയാണെങ്കിൽ സാരിപ്പ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മിനിയു ആ ഷെന്നിനെ വളച്ചെടുത്തു എന്നാണോ നോക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് ഇതിന് ഞാൻ എന്താ പറയണ്ടേ, ഷെന്നിനാണെങ്കിൽ ഇപ്പൊ മിനിഹുവിന്റെ അടുത്ത് എന്തോ ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റിന് ഓക്കെ പറഞ്ഞേ. ഇതേ ഇൻട്രസ്റ്റ് ഒരു ദിവസം ഇവളോട് അവന് മാറാൻ ചാൻസ് ഉണ്ട്. ആ ടൈമിൽ നമ്മുടെ പ്രോജക്റ്റ് ഒക്കെ പാതി വഴിക്ക് ഇട്ടിട്ട് അവൻ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താവും എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ഹീറോയിൻ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല എന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കുക കേട്ടോ. ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞത് നമ്മുടെ ഗൗമിയാണെങ്കിൽ മിനിഹുവിന്റെ അടുത്ത് വന്നിട്ട് ഏതായാലും ഇന്ന് ഫ്രീ അല്ലേ, നിന്റെ കൂടെ ഇന്ന് ഞാൻ കറങ്ങാനൊന്നും വരത്തില്ല കേട്ടോ, കാരണം ഇന്ന് എനിക്കൊരു ഡേറ്റ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും ഡേറ്റാ എപ്പോ ഇതൊക്കെ ഒപ്പിച്ച് എന്നോട് എന്താ പറയാത്തെന്ന് നോക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടായി, അതൊക്കെ ഞാൻ നിന്നോട് പിന്നീട് പറയാം,
ഈ കാര്യം വേറെ ആരോടും പറയണ്ടെന്ന് പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ഷെന്നാണെങ്കിൽ ഇപ്പൊ ചെങ്ങിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ പ്രൊജക്റ്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതും അവന് വലിയ പ്രശ്നമൊന്നുമില്ല, അവന് ഓക്കെയാണ്. പക്ഷെ കൂടെയുള്ള അവന്റെ ഒരു പെണ്ണില്ലേ ഷൂയി എന്ന് പറഞ്ഞേ, അവളാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുക. അതെങ്ങനെയാ ഞങ്ങൾക്ക് ചെയ്യാന്ന് വാക്ക് തന്ന പോലെയാണല്ലോ നീ അന്ന് സംസാരിച്ചത്, എന്നിട്ട് പെട്ടെന്ന് ഞങ്ങളുടെ പ്രൊജക്റ്റ് വേണ്ടെന്ന് പറയാനുള്ള കാരണം എന്താ? ആ മിൻഹ്യൂ എന്ന് പറഞ്ഞ പെൺകുട്ടി ചെയ്ത പ്രൊജക്റ്റ് നീ ഓക്കെ പറഞ്ഞു എന്നൊക്കെ ഞാൻ കേട്ടു. ഞങ്ങളെക്കാട്ടിൽ എന്താ അതിനകത്ത് ബെറ്റർ ആയിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ചെങ്ങാണെങ്കിൽ പെട്ടെന്ന് ഷൂയി നീ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, അവരൊരു ഇൻവെസ്റ്റർ ആണ്, അവർക്ക് എന്തും തീരുമാനിക്കാം, നമ്മുടെ പ്രൊജക്റ്റ് ഇഷ്ടാവാതിരിക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ഷെന്നും പറയുക അതെ എനിക്കൊരു റീസൺ ഉണ്ട്. കാരണം ഒരാൾ ഒരു പ്രൊജക്റ്റും കൊണ്ട് വരുമ്പോൾ അയാളുടെ വ്യക്തിത്വം കൂടി ഞാൻ നോക്കും, അല്ലാതെ വരുന്ന ലാഭം മാത്രമല്ല ഞാൻ നോക്കാറ് എന്ന് പറയുക കേട്ടോ. ഇപ്പൊ നമ്മുടെ ക്യുവാനെയും മിൻഹ്യൂനാണ് കാണിക്കുന്നത്. രണ്ടുപേരും ആണെങ്കിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് വന്നേക്കോട്ടോ ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ക്യുവാനാണെങ്കിൽ നമ്മുടെ ഷെന്നിനെ വിളിച്ചിട്ട് എൻ്റെ അച്ഛ ഒന്ന് പെട്ടെന്ന് ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ വരാമോ, അമ്മയാണെങ്കിൽ ഇവിടെ എന്നെ കൊണ്ടുവന്നത് കുറേ ഗെയിംസ് ഒക്കെ കളിച്ച് നിനക്ക് വേണ്ടി ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെന്നും ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞാൻ ഓട്ടനെ അവിടെ വരാം, ഈ ഗെയിംസ് ഒക്കെ കളിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാനത് എക്സ്പേർട്ടാന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് തന്നെ എന്നോട് അമ്മയും പറഞ്ഞു, എന്നിട്ട് ഇപ്പൊ കിടന്ന് കളിക്കുന്ന കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ഷെന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ അങ്ങോട്ടേക്ക് വന്നെല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി നിൽക്കുവാണേ. ഇപ്പൊ നമ്മുടെ ഗുവേനെയും ട്യൂഷനെയാണ് കാണിക്കുന്നത്. ഇവളാണെങ്കിൽ അച്ഛന് ഗിഫ്റ്റ് മേടിക്കാനാന്ന് പറഞ്ഞോടി ഇവൾ ഓരോ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ഇങ്ങനെ കൊള്ളാവോ നിൽക്കുമ്പോൾ അവനാണെങ്കിൽ ആ നല്ലതെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടുക. ഇതെല്ലാം നല്ലതെന്നല്ലാതെ അവൻ വേറൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ കുറച്ചും കൂടി മോഡേൺ ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഡ്രസ്സ് എടുക്കുന്നുണ്ടെന്നും അവനാണെങ്കിൽ നീ എന്തേ കാണിക്കുന്നേ, എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, നിന്റെ അച്ഛൻ്റെ പിറന്നാളായിട്ട് അച്ഛന് ഗിഫ്റ്റ് മേടിക്കേണ്ടെന്നും പറഞ്ഞിട്ടല്ല വന്നത്, എന്നിട്ടിപ്പോൾ എന്താ നീ കാണിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്കിനും അവള് പറയുകയാണേ എൻ്റെ അച്ഛന് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്, കാരണം എന്നെയാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് മേടിക്കാനും കൂടി ഞാൻ ഇവിടെ വന്നത്. അതുപോലെ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സ് എടുത്തിട്ട് പോകുന്ന കണ്ടതും ഇങ്ങനത്തെ ഡ്രസ്സൊന്നും നീടാൻ പാടില്ല, ഇത് നിനക്ക് നല്ല ടൈറ്റ് ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കിനും ഓ അങ്ങനെയാണോ, എന്നാ പിന്നെ നിങ്ങൾ തന്നെ എനിക്കൊരു നല്ല ഉടുപ്പ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ട് ഗുവയുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചതും അവന് ഓക്കെ പറഞ്ഞിട്ട് ഓരോ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് ഇത് നിനക്ക് കൊള്ളത്തില്ല, ഇത് ലൂസായിരിക്കും, ഇത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും, ഇതിന് ഇറക്കം കുറവാണ്, നിനക്ക് ചേരത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം ഒരെണ്ണമാണെങ്കിൽ മേടിച്ചു കൊടുക്കുക. അതാണെങ്കിൽ അവൾക്കും ഒരുപാട് ഇഷ്ടമാട്ടോ, ഇത് തന്നെ ഞാൻ വാങ്ങിച്ചോളൂ പറഞ്ഞിട്ട് അതവള് വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ അമ്യൂസ്മെന്റ് പാർക്കില് ക്യുവാനാണെങ്കിൽ കയ്യിലൊരു ബലൂൺ പിടിച്ചോണ്ടിരുന്ന കാണും, അതാണെങ്കിൽ പറന്നൊരു മരത്തിന്റെ ഇടയ്ക്ക് പെട്ടു കിടക്കും കേട്ടോ. അവനത് കിട്ടിയേ തീരുള്ളൂ. ഓക്കെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അത് എടുത്തു തരാന്ന് പറഞ്ഞിട്ട് മിനിഹു ആണെങ്കിൽ എങ്ങനെയെങ്കിലും ചാഴി എടുക്കാന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കിനും ഈ ദൂരത്തിലാണെങ്കിൽ നടുക്ക് കൂടെ പറന്ന് വന്ന് ബലൂൺ എടുക്കുക. വേറെ ആരും ഷെന്നായിരിക്കും കേട്ടോ. ഇത് കണ്ടത് ക്യുവാനാണെങ്കിൽ സൂപ്പർ എന്ന് പറയുക. ഇതത്ര നമ്മുടെ മിനിഹുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് കഴിയുമ്പോൾ നീര് നമ്മുടെ ക്യുവാന് വേണ്ടിയിട്ട് കുറേ ടോയ്സ് ഒക്കെ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ ഗെയിം കളിക്കാൻ വേണ്ടി വന്നേക്കുവാണെങ്കിലും അവനെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ മിനിഹു ആണെങ്കിൽ അത് അങ്ങനെയല്ല ചെയ്യണ്ട, അങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് ശരിക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ആണെങ്കിൽ എങ്ങനെയൊക്കെ കുറെ ടോയ്സ് നമ്മുടെ ക്യുവാന് എടുത്തു കൊടുക്കുന്നുണ്ട്. പോരാഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ റൈഡ്സിലും ഗെയിംസും എല്ലാം ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്യുവാന് ഭയങ്കര സന്തോഷമാവുക, കാരണം അവന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്ര സന്തോഷങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇപ്പൊ ഒരു അച്ഛനെ കിട്ടിയതും കുഞ്ഞിന് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ഹീറോയിൻ ഇപ്പൊ ഡേറ്റ് പോയ പോലെ തന്നെയാണ് ഇത് കേട്ടോ. അങ്ങനെ എല്ലാ റൈഡ്സിലും കയറി കഴിയുമ്പോൾ ഹീറോ ആണെങ്കിൽ ഒരിടത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക. അത് കണ്ടതും ഹീറോയിൻ നിനക്കെന്താ കോട്ടൺ ക്യാൻഡി വേണോ, ഞാൻ മേടിച്ചതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നല്ല, ഞാൻ അനാഥാലയത്തിലിരിക്കുമ്പോൾ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം പൈസ കുറവുള്ള ഒരേ ഒരു മിഠായി ഇതായിരുന്നു, ഇപ്പോൾ ഞാൻ കഴിക്കായിരുന്നു. അപ്പോഴേക്കും ഞാൻ വിചാരിക്കുമായിരുന്നു വലിയ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ അടിപൊളി ആയേനെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഓക്കെ ക്യുവാന് വേണ്ടിയിട്ട് ഇന്ന് നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും അവന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുകയും അവൻ്റെ സന്തോഷത്തിനും എല്ലാ കാരണക്കാരും നീയാണ്, അവിടെ നിനക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളായിട്ട് ആ കോട്ടൺ ക്യാൻഡി ആണെങ്കിൽ ഉണ്ടാക്കിയിട്ട് ചെറിയ ഒരെണ്ണം ആദ്യം നമ്മുടെ ക്യുവാന് കൊടുക്കുക. അത് കഴിയുമ്പോൾ വലിയ ഒരെണ്ണം ആണെങ്കിൽ ഷെന്നിനുണ്ടാക്കി കൊടുത്തതും കൊച്ചാണെങ്കിൽ അതെന്താമ്മ അങ്ങനെ, എനിക്ക് ചെറുതും അച്ഛന് വലുതും ഇത് എന്നായോ നോക്കിയപ്പോഴത്തേക്കിനും ഞാൻ വലുതല്ലേ, അതുകൊണ്ട് എനിക്ക് വലുതേ കിട്ടത്തുള്ളൂ എന്ന് പറയുക കേട്ടോ. അപ്പൊ നമ്മുടെ ക്യുവാൻ്റെ അടുത്താണെങ്കിൽ മിനിഹാണ്. അപ്പൊ ക്യുവാൻ്റെ അടുത്ത് ഈ കോട്ടൺ ക്യാൻഡി ആരെ കണ്ടുപിടിച്ചതെന്ന് നിനക്ക് അറിയുമെന്ന് നോക്കുമ്പോൾ എനിക്ക് അറിയത്തില്ലെന്ന് പറയുക. ഇതൊരു ദന്തിസ്റ്റ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ക്യുവാനാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം ഇവർക്ക് ചോക്ലേറ്റ് കഴിക്കുന്ന
പിള്ളേരെ ഭയങ്കരമായിട്ട് ഉപദേശിച്ച് വിടുന്നത് അവർക്ക് ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കരുതെന്നാണ് എല്ലാവരോടും പറഞ്ഞു വിടാറ്. അപ്പോൾ ഇങ്ങനെ ഒരു മിഠായി കണ്ടുപിടിക്കാന്ന് വെക്കുമ്പോൾ ഹീറോയിന് പറഞ്ഞു കൊടുക്കുക. കാരണം പിള്ളേരൊക്കെ കുഞ്ഞിലെ കുറേ മിഠായിസ് ഒക്കെ കഴിച്ചിട്ടാണല്ലോ അവർ പല്ലൊക്കെ കേടായി പോകുന്നത്. അതിന് ഡോക്ടേഴ്സ് എല്ലാം കൂടി കണ്ടുപിടിച്ചതാണ് ഈ കോട്ടൺ ക്യാൻഡി. കാരണം ഇതധികം കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ മടുക്കും. അതുകൊണ്ട് നമ്മൾ ആരും ഇതധികം കഴിക്കാറുമില്ല. ഒരു മിഠായി കഴിച്ച ഫീലും കിട്ടും എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ ഷെന്നാണെങ്കിൽ ഞാനൊന്ന് ഇത് ആസ്വദിച്ച് കഴിക്കാന്ന് വിചാരിച്ചു. നീ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് കൊച്ചു വിവരമാണെങ്കിൽ ഒരുപാട് ഇവളെ കളിയാക്കുമ്പോഴത്തേക്കിനും ഓ അങ്ങനെയല്ല എൻ്റെ മിഠായി ഇങ്ങനെ താളാകുമ്പോഴുണ്ട് പിടിച്ചു വാങ്ങി നിൽക്കുമ്പോൾ പിന്നെ ഞാൻ ഇപ്പം തരുന്നു പറഞ്ഞിട്ട് ഷെന്നോട് കേട്ടോ. അങ്ങനെ അവിടെ ഓടി വരെ അവർ കളിക്കുന്നുണ്ട്. കുറെ നേരം കളിച്ചു കഴിയുമ്പോൾ മൂന്നുപേരാണെങ്കിൽ തിരിച്ചു പോരാൻ നേരത്ത് ഗുവയാണെങ്കിൽ അവിടേക്ക് വരുക. ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്ന കണ്ടത് ഹീറോക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. പോരാഞ്ഞിട്ട് അവന്റെ കയ്യിലാണെങ്കിൽ ഒരു ഗിഫ്റ്റ് വരെയുണ്ട്. ഇതെപ്പോഴാ മേടിച്ചതെന്ന് വെച്ചാൽ ചൂഷയായിട്ട് ഇവനാണെങ്കിൽ ഡ്രസ്സൊക്കെ വാങ്ങാൻ പോയില്ലായിരുന്നു. അപ്പോൾ ഒരു കടയിൽ ഒരു ഹീൽസ് കണ്ടിട്ടുണ്ടാവും. അപ്പോഴേ അവൻ അത് ഇഷ്ടപ്പെട്ടിട്ട് ഞാനിത് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചപ്പോൾ ചൂഷി ഒരു വശത്ത് ഓ ഇവൻ എനിക്ക് വേണ്ടിയാ വാങ്ങിക്കാന്ന് പറഞ്ഞ് സന്തോഷപ്പെട്ടിട്ടുണ്ടാവും. സത്യത്തിൽ ഇവൾക്ക് വേണ്ടി വാങ്ങിച്ചതായിരിക്കും കേട്ടോ. അപ്പോഴേക്ക് കുഞ്ഞിനെ കൊണ്ട് നമ്മൾ ഷെന്ന് മാറി നിന്നിട്ട് എടാ നിന്റെ അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ അമ്മ ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴത്തേക്കിനും മോനെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുവയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ വരെയാണ് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഷെന്നാണെങ്കിൽ ക്യുവാൻ്റെ അടുത്ത് എടാ നിന്റെ അമ്മനെ വിളിക്കുന്നതിന് ശല്യപ്പെടുത്തിയത് ക്യുവാൻ അവിടെ കിടന്ന് ബഹളം വെക്കുക. അതുകൊണ്ട് കുവേൻ്റെ അടുത്താണെങ്കിൽ അധികം ഒന്നും നമ്മുടെ ഹീറോയിൻ സംസാരിക്കാൻ പറ്റാതെ ഇവരുടെ കൂടെ അങ്ങ് പോരുവാട്ടോ. വീട്ടിൽ ചെന്നത് അവൾ ആ ഹീൽസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും അവൾക്കിതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഹീറോ ഒന്ന് ദേഷ്യപ്പെടുപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് അവനും എന്ന് പറഞ്ഞിട്ട് ഒരു പുച്ഛത്തോട് നോക്കിയിരിക്കുക. അതോടെയാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്. അടുത്ത എപ്പിസോഡ് എത്രയും പെട്ടെന്ന് തരാം. അതുവരെ ബൈ ബൈ.